ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബട്ടർഫ്ലൈസ് ആൻഡ് മീ. ഇന്നൊരു ട്രാവലിംഗ് ആണ് കേട്ടോ. പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പകൽ പൂരം കാണാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരപ്പറമ്പിലേക്കുള്ള യാത്രയാണ് കാണിക്കുന്നത്. നല്ല തിരക്കും വെയിലൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വന്ന് നോക്കൂ തൃശ്ശൂർ ഗ്രൗണ്ടിലേക്ക്. പകൽപ്പൂരം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ ലഞ്ചിൻ്റെ സമയമുണ്ടായിരുന്നു, അപ്പോൾ വിശന്നപ്പോൾ ആദ്യം തൃശ്ശൂർ വെങ്കിടേശ്വര ഹോട്ടലിൽ കയറിയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെങ്കിടേശ്വര ഗ്രാൻഡ് ഹോട്ടലാണ്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല റെസിപ്പീസ് ആയിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഇന്നത്തെ ലഞ്ച്. മെനു ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. ഞാനിന്നൊരു ഇലസദ്യ പറഞ്ഞിട്ടുണ്ട്. നാത്തൂൻ്റെ കുട്ടിയുടെ പിറന്നാളായിരുന്നു, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഇലസദ്യ പറഞ്ഞു. പിന്നെ വെങ്കടേശ്വര സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, കടായി പനീറും. ഹസ്ബൻഡിന് നെയ്യ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വെങ്കടേശ്വര സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, അത് ഇന്നത്തെ സ്പെഷ്യലാണ് തോന്നുന്നു. അപ്പോൾ ഇതാ മീൽസിനുള്ള വാഴയില എത്തിയിട്ടുണ്ട്. ഇത് പിറന്നാളുകാരി കുട്ടിയാണ്, ചാരൂസ്. ഇന്ന് അവളുടെ പിറന്നാളാണ്. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേണ്. ഇതാ ഞങ്ങളുടെ മീൽസ് എത്തിയിട്ടോ. ഞാനിപ്പോൾ ചാരൂസിന് സദ്യ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വാരി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു ഉരുള ആൻറ്റിയുടെ വക വാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിറന്നാളുകാരിക്ക് പിറന്നാൾ സദ്യ. അതാ ചാരു മീൽസ് കഴിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണെന്ന് തോന്നുന്നു, അല്ലേ? ടേസ്റ്റ് ഉണ്ടോ ചാരു? ഓക്കെ. ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതോ ഞങ്ങളുടെ വെങ്കടേശ്വര സ്പെഷ്യൽ ഫ്രൈഡ് റൈസും കടായി പനീറും എത്തിയിട്ടോ. ഫ്രൈഡ് റൈസ് സൂപ്പറാണ്. കടായി പനീർ അടിപൊളിയാട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് പറഞ്ഞ നെയ്യ് റോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ടേസ്റ്റും എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അത് മടക്കി നിവർത്തി എടുത്തിട്ടുണ്ട്.
കടായി പനീറിൻ്റെ ഗ്രേവി കൂടിയിട്ട് കേട്ടോ ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. ദോശയും കടായി പനീറും. സെറ്റ്. ഞങ്ങളൊരു ഐസ്ക്രീം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി സ്കൂപ്പ്. ഐസ്ക്രീം കൂടി കഴിച്ചേച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പൂരപ്പറമ്പിലോട്ടൊന്ന് പോയി നോക്കാം. നല്ല തിരക്കൊക്കെ ഒഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് പൂരക്കാഴ്ചകളിലൂടെ കൂടി പോയി നോക്കാം. ഞങ്ങളിപ്പോൾ ഇന്ന് തൃശ്ശൂർ പൂരപ്പറമ്പിലാണ്. ഇന്ന് ചെറുപൂരങ്ങളുടെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോവാം. പൂരത്തിന് പോയാൽ ഉറപ്പായിട്ടും ഈ ഐറ്റംസ് മേടിക്കണം. പൂരം കഴിഞ്ഞ് വരുന്ന ജനങ്ങളുടെ തിരക്കാണ്, ബ്ലോക്കായിട്ടോ. പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് കണ്ടിട്ടുണ്ടോ ഗൈസ്? ഒരു മനുഷ്യനില്ല, പൂരപ്പറമ്പ് ഒഴിഞ്ഞു കേട്ടോ. ഞങ്ങള് പൂരപ്പറമ്പിലേക്ക് ഒന്ന് കയറാൻ പോവാണ്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ ഗൈസ് ലക്ഷക്കണക്കിന്. ആരുമില്ല, ആളുകളൊക്കെ പോയി. എന്ത് തിരക്കായിരുന്നു. ഗുണ്ടിറക്കണുണ്ടോ ഗൈസ്? മലകളുടെ കളക്ഷനാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ ഗായ്സ് ലക്ഷക്കണക്കിന് പൂരപ്രേമികളിൽ നിന്ന് പൂരം കണ്ടിരുന്ന പൂരപ്പറമ്പ്. 2 മണിക്കൂർ മുന്നേ വരെ ഇവിടെ ജനത്തിരക്കായിരുന്നു. അടിപൊളി വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞു. ആളൊഴിഞ്ഞ അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ നെഹ്റു പാർക്കിൽ കയറിയിട്ടുണ്ട്. കുട്ടികളവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ചായ ടൈമായപ്പോൾ ഞങ്ങൾ ഭാരത് ഹോട്ടലിൽ നിന്ന് ഭട്ടൂരയും തൈര് വടയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഭട്ടൂരയും ചണ മസാലയും.
ഇതാണ് ഭാരതിലെ ഫേമസ് തൈര് വട. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ തൈര് വട ഒരു സ്പെഷ്യൽ തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തൈര് വടയ്ക്ക്. അപ്പോൾ ഞാനൊരു തൈര് വടയും പിന്നെ ഭട്ടൂരയും കഴിച്ചു. അവസാനം ഈ കോഫി കൂടെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പൂരപ്പറമ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you for watching.